അന്ന് സ്വർഗീയ വൃന്ദം ഏറ്റുപാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ലൂക്ക 2:14. ഇന്ന് ജനം ഏറ്റുപാടുന്നു, അത്യുന്നതങ്ങളിൽ മഹത്വം, ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ലൂക്ക 19:38. ഇന്ന് ഓശാന ഞായർ. എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ. ഓശാനകളാൽ ഹൃദയംഗമമായി കീർത്തിക്കുന്നു നിൻ കൃപ ഞങ്ങൾ. മാനവനിരതൻ രക്ഷകനെ, നിൻ ദാനവരങ്ങൾ നിസ്തുലമല്ലോ. ഓശാനയുടെ ആ പഴയ പാട്ട് എത്ര അർത്ഥവത്തും ഗംഭീരവുമാണ്. ദാവീദിൻ്റെ പുത്രന് കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ ഓശാന പാടിക്കൊണ്ട്, കർത്താവെ രക്ഷിക്കണമേ എന്ന് ഏറ്റുപാടിക്കൊണ്ട് ജനം അവിടുത്തെ അനുഗമിക്കുകയാണ്. ഈശോയുടെ രക്ഷകന്റെ രാജകീയ പ്രവേശമായിരുന്ന ജെറുസലേമിലേക്ക്. ജെറുസലേം നിവാസികളുടെ ഓശാന പാടി അവനെ അനുഗമിച്ചവരുടെ ഉദ്ദേശം അവനെ രാജാവാക്കുകയായിരുന്നു. എന്നാൽ ഈശോയുടെ നിയോഗം തിരിച്ചും വ്യത്യസ്തമായിരുന്നു. അവിടുന്ന് പറയുന്നു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് സേവിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനുമാണ്. മത്തായി 20:28. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. മനോഹരമായ ആ ഗാനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. ശരിക്കും ഓശാനയുടെ സന്ദേശമെന്നത് വലിയവനാകണമെങ്കിൽ എളിമയുണ്ടാകണം. കർത്താവ് പറയുന്നു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. മർക്കോസ് 9:35. അതാണ് കഴുതപ്പുറത്തുള്ള തൻ്റെ യാത്ര വഴി ഈശോ നമ്മെ കാണിച്ചു തരിക. അവിടുന്ന് നമ്മോട് ചോദിക്കുന്നു, എനിക്ക് നിൻ്റെ ഉള്ളിൽ, നിൻ്റെ ജീവിതത്തിൽ എന്താണ് സ്ഥാനം? രാജാവോ, രക്ഷകനോ, ലൗകികമോ, ആത്മീയമോ? മറ്റ് രാജാക്കന്മാരെ പോലെ കുതിരപ്പുറത്തോ ആനപ്പുറത്തോ പട്ടാളക്കാരുടെ അകമ്പടിയോടെയല്ല, വിനീതനായി, എളിയവരിൽ എളിയവനായി, സേവകനായി, പാപികളോടും രോഗികളോടും അടിച്ചമർത്തപ്പെട്ടവരോടും കരുണയുള്ളവനായിട്ടാണ് അവൻ കടന്നു വരുന്നത്. ഞാൻ ബലിയല്ല, കരുണയാണ് ആഗ്രഹിക്കുന്നത്. മത്തായി 9:13. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല, ഹൃദയശുദ്ധിയും സ്നേഹവുമാണ്. ഹോസിയ 6:6. ഓശാന ജീവിതത്തെ അഭിമുഖീകരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിടാൻ, ജീവിതത്തിൽ ഫലം നൽകാൻ ആവശ്യമായ ഒരുക്കങ്ങൾ നടത്താൻ, തായ്തടിയോട് ചേർന്ന് നിൽക്കാൻ, നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാൻ. ഓശാനയുടെ ജൈവിളികളും വിജയാരോഹങ്ങൾക്കുമപ്പുറം കുരിശാണ്, കുരിശിൻ്റെ വഴിയാണ്, മരണമാണ് തന്നെ കാത്തിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈശോ ജെറുസലേമിലേക്ക് കടന്നു ചെല്ലുക. നിനക്ക് അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ പത്രോസും, നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമസും ഒക്കെ അവൻ്റെ കൂടെയും ചുറ്റിലുമുണ്ടായിരുന്നു. എങ്കിലും അവനെ മരണത്തിനൊരുക്കാൻ മറിയം നാർദീൻ തൈലവുമായി അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മരണത്തെ, പീഡകളെ സഹർഷം സ്വീകരിക്കുവാനാണ് മനുഷ്യപുത്രൻ കടന്നു വന്നത്. അപ്പോഴെല്ലാം അവനൊരു വിശ്വാസമുണ്ടായിരുന്നു. അവനറിയാമായിരുന്നു പിതാവ് തൻ്റെ കൂടെയുണ്ട് എന്ന്. ഞാനും പിതാവും ഒന്നാണ് എന്ന്. യോഹന്നാൻ 10:30. അവിടുന്ന് നമ്മോട് പറയുന്നു, ദൈവം വിദൂരസ്ഥനല്ല. നമ്മുടെ ജീവിതത്തിൽ ഏതൊരവസ്ഥയിലും നമ്മോടൊപ്പമുള്ള നല്ല പിതാവാണ്, നല്ല സുഹൃത്താണ് അവിടുന്ന് എന്ന്. അതിനാൽ നിങ്ങൾ അധരം കൊണ്ടല്ല, ഹൃദയം കൊണ്ട് പിതാവിനെ ആരാധിക്കണമെന്ന്, സ്നേഹിക്കണമെന്ന്. മത്തായി 15:8. അങ്ങനെ നാം അവനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ അവൻ പറയുന്നു, പിതാവും ഞാനും വന്ന് അവനിൽ, അവൻ്റെ ഹൃദയത്തിൽ വാസമുറപ്പിക്കും. യോഹന്നാൻ 14:23. അങ്ങനെ അവൻ നമ്മിൽ വസിക്കുന്ന, നാം അവനിൽ വസിക്കുന്ന ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് അവൻ നമ്മെ നയിക്കട്ടെ. അധികാരം, പ്രശസ്തി, ഉയർച്ച എല്ലാം പ്രതീക്ഷിക്കുന്ന, അതിനായി ദൈവത്തെയും ദൈവജനത്തെയും മറക്കുന്ന ലോകത്തോട് ഈശോ പറയുകയാണ്, വിനയം, സേവനം, സഹനം, സ്നേഹം ഇവയൊക്കെ നിലനിൽക്കൂ എന്ന്. കാട്ടാറുകൾ കൈയടിക്കുകയും പർവ്വതങ്ങൾ പാട്ടുപാടുകയും ചെയ്യട്ടെ എന്ന സങ്കീർത്തനം 98:8 ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന്. അന്ന് ഈ കല്ലുകളെ അപ്പമാക്കി മാറ്റാൻ, അങ്ങനെ തൻ്റെ ദൈവികത തെളിയിക്കാൻ സാത്താൻ ഈശോയോട് ആവശ്യപ്പെട്ടു. ഇന്ന് ഈശോ സ്വയം പറയുകയാണ്, തൻ്റെ ദൈവത്തിൻ്റെ മഹത്വമേറ്റുപാടാൻ സൃഷ്ടിയുടെ മകുടമായി താൻ സൃഷ്ടിച്ച മനുഷ്യൻ മടിച്ചാൽ കല്ലുകൾ, പർവ്വതങ്ങൾ, കാടുകൾ, കാട്ടാറുകൾ, പ്രകൃതി സ്വയം അത് ഏറ്റുപാടുമെന്ന്. സത്യവും ദൈവമഹത്വവും ഒരിക്കലും മൂടിവെക്കാൻ പറ്റില്ല എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണിവിടെ. ശക്തിയുടെയല്ല, സമാധാനത്തിൻ്റെ രാജാവാണ് താൻ.
അതിനാൽ കുതിരപ്പുറത്തല്ല വിനീതനായി കഴുതയുടെ പുറത്താണ് അവിടുന്ന് എഴുന്നള്ളുന്നത്. പക്ഷേ ജനങ്ങൾ വഴിയിൽ തുണികൾ വിരിച്ചും മരച്ചില്ലുകൾ വിതറിയും അവിടുത്തെ രാജാവായി അംഗീകരിച്ചു. അവർ തങ്ങളുടെ മനസ്സും ശരീരവും അവിടുത്തേക്ക് സമർപ്പിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസൻ, ദാസി എന്ന മനോഭാവത്തോടെ. ലോകത്തിൽ ഞെരുക്കങ്ങളും പീഡനങ്ങളും ഉണ്ടാകാം. എന്നിരുന്നാലും ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്ന് അകന്നു പോകരുത് എന്ന് ഈ ഓശാന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഓശാനകളുടെ ജയവിളികളുടെ മധ്യേ നമുക്കും യേശുവെ നമ്മുടെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ രാജാവായി അംഗീകരിക്കാം. അവനെ ഏറ്റുപറയുന്നതിൽ മടി കാണിക്കാതിരിക്കാം. ഞാൻ വിനീതനും ശാന്തഹൃദയനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ. മാത്യു 11:29 എന്ന് പറഞ്ഞവനിൽ നിന്ന് നമുക്ക് ഹൃദയശാന്തതയും എളിമയും ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓശാന തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു.